ഗുഡ് ഈവനിംഗ് അമേരിക്ക, ഗുഡ് മോർണിംഗ് ഇന്ത്യ. MCN ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. റഷ്യൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പ്. കൃത്രിമാരോപണം, അന്വേഷണം വേണമെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി ഹില്ലരി ക്ലിന്റൺ. രാഷ്ട്രീയ അഴിമതി ആരോപണം. ഇല്ലിനോയിസ് മുൻ ഗവർണർക്കെതിരെ കോടതിയിൽ വാദം ആരംഭിച്ചു. റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പർ ഡൊണാൾഡ് ട്രംപിന്റെ സഹകരണത്തോടെ ന്യൂയോർക്കിലെ സ്കൂളുകളിൽ തൊഴിൽ പരിശീലന കേന്ദ്രം. അമേരിക്കയിൽ പോസ്റ്റൽ സർവീസ് നിർത്തലാക്കും. 28,000 തൊഴിലാളികളുടെ ജോലിക്ക് ഭീഷണി. സൗരയൂഥത്തിന് പുറത്ത് ജീവന്റെ തുടിപ്പ്. വസ്തുത സ്ഥിരീകരിച്ചതായി നാസ. ഞാൻ ജയൻ ശാസ്തമംഗലം. വാർത്തകൾ വിശദമായി. റഷ്യൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ കൃത്രിമം അന്വേഷിക്കണമെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ഹില്ലരി ക്ലിന്റൺ. ആരോപണങ്ങൾ ഗൗരവത്തോടെ കാണണമെന്നും അമേരിക്കയ്ക്ക് അതിൽ ആശങ്കയുണ്ടെന്നും ഹില്ലരി പറഞ്ഞു. റഷ്യൻ പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കൃത്രിമത്വം നടന്നതായി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ഹില്ലരി ക്ലിന്റൺ. ഈ ആരോപണങ്ങളെ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും റഷ്യയിൽ നടക്കുന്ന കാര്യങ്ങളിൽ ആശങ്കയുണ്ടെന്നും ഹില്ലരി വ്യക്തമാക്കി. We have serious concerns about the conduct of those elections. Independent political parties such as Parnas were denied the right to register. And the preliminary report by the OSCE cites election day attempts to stuff ballot boxes, manipulate voter lists and other troubling practices. തെരഞ്ഞെടുപ്പിൽ റഷ്യൻ പ്രധാനമന്ത്രി വ്ളാദിമിർ പുടിന്റെ യുണൈറ്റഡ് റഷ്യ പാർട്ടിയുടെ ഭൂരിപക്ഷം സാരമായി കുറഞ്ഞു. പാർലമെന്റ് അധോസഭയായ ഡ്യൂമയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ യുണൈറ്റഡ് റഷ്യയ്ക്ക് കേവല ഭൂരിപക്ഷം നേടാനായെങ്കിലും കഴിഞ്ഞ തവണത്തേക്കാൾ ശതമാനക്കണക്കിൽ നല്ല കുറവുണ്ടായി. 64% നിന്നും 49.54% കുറയുകയായിരുന്നു ഭൂരിപക്ഷം. ഇതോടെ പുടിന്റെ ജനസമ്മതി കുറയുകയാണെന്ന സൂചനയായി. കഴിഞ്ഞ തവണ 12% വോട്ടുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇത്തവണ 19.12% രണ്ടാം സ്ഥാനം നിലനിർത്താൻ കഴിഞ്ഞു. 13.02% ജസ്റ്റ് റഷ്യയും 11.66% വോട്ടോടെ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് റഷ്യയും പിന്നാലെയുണ്ട്. 450 അംഗ സഭയിൽ 238 സീറ്റിലാണ് യുണൈറ്റഡ് റഷ്യയ്ക്ക് വിജയിക്കാനായത്. 2007 നടന്ന തെരഞ്ഞെടുപ്പിൽ ഇത് 315 ആയിരുന്നു. യുണൈറ്റഡ് റഷ്യ പാർട്ടിയിൽ ഇതോടെ കലഹവും ആഭ്യന്തര പ്രശ്നങ്ങളും ആരംഭിച്ചുവെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. തോൽവി ഏറ്റെടുത്ത് സ്പീക്കർ സ്ഥാനം രാജിവെക്കാൻ പാർട്ടി പ്രസിഡന്റ് ബോറിസ് ഗ്രിസോൾവ് ഡ്യൂമയ്ക്കുമേൽ സമ്മർദ്ദമുണ്ട്. എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം കണക്കിലെടുത്ത് രാജ്യത്തിന്റെ വികസനത്തിനായി ആത്മാർത്ഥമായി പ്രവർത്തിക്കുമെന്ന് പുടിൻ ജനങ്ങൾക്ക് വാഗ്ദാനം നൽകി. It is extremely important, even in these difficult times, that people have still declared that they believe in our potential to build a prosperous country. റഷ്യൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നടന്ന കൃത്രിമത്വം എന്താണെന്നറിയാനുള്ള അവകാശം റഷ്യയിലെ വോട്ടർമാർക്കുണ്ട്. അതുകൊണ്ട് കൃത്രിമത്വം നടന്നതിനെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്ന് ഹില്ലരി പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ മായം കലർന്നിട്ടുണ്ടെന്ന് അമേരിക്കയുടെയും യൂറോപ്യൻ യൂണിയന്റെയും പങ്കാളിത്തത്തോടെ പ്രവർത്തിച്ച നിരീക്ഷകരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇതോടൊപ്പം പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളും കൂടിയായപ്പോൾ പ്രധാനമന്ത്രി വ്ളാദിമിർ പുടിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേറ്റിട്ടുണ്ട്. അതേസമയം കൃത്രിമത്വം നടന്നതുകൊണ്ടാണ് പുടിന്റെ യുണൈറ്റഡ് റഷ്യ പാർട്ടിക്ക് കേവല ഭൂരിപക്ഷമെങ്കിലും കിട്ടിയതെന്നാണ് ഒരു വിഭാഗം പ്രക്ഷോഭകാരികളായ ജനങ്ങളുടെ അഭിപ്രായം. അമേരിക്കയിൽ വീണ്ടും രാഷ്ട്രീയ അഴിമതി ആരോപണം. ഇല്ലിനോയിസ് മുൻ ഗവർണർ ബ്ലാഗോജേവിച്ചിനെതിരെയാണ് ആരോപണം ഉയർന്നിട്ടുള്ളത്. കേസിൽ ഫെഡറൽ കോടതി വാദം കേൾക്കാൻ ആരംഭിച്ചു. മുൻ ഇല്ലാനിയോസ് ഗവർണർ ബ്ലാഗോജേവിച്ചിനെ അഴിമതി കേസിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി. പൊതുരംഗത്തെ അഴിമതി ഒരു വൻ പ്രശ്നമായിരിക്കുന്ന അമേരിക്കയിൽ ഈ അഴിമതി കേസും പതിവ് വിവാദങ്ങൾ മാത്രം. ബ്ലാഗോജേവിച്ചിനെതിരെ ആരോപിച്ചിരിക്കുന്ന 17 കുറ്റങ്ങൾ ഇതോടെ തെളിഞ്ഞു. I think there's nothing but sunshine hanging over me. Let me answer that. Your question is, and by the way, I should say, if anybody wants to tape my conversations, go right ahead. Feel free to do it. I appreciate anybody who wants to tape me openly and notoriously, and those who feel like they want to sneakily and wear, taping devices. I would remind them that it kind of smells like Nixon and water. But I don't care whether you tape me privately or publicly. I can tell you that whatever I say is always lawful, and the things I'm interested in doing are always lawful. And if there are any things like that out there, what you'll hear is a governor who tirelessly and endlessly figures out ways to help average, ordinary working people. You might hear a couple of words that you might not hear publicly, but those are only adjectives to describe maybe some of you.
ബരാക് ഒബാമ US പ്രസിഡന്റ് ആയപ്പോൾ ഒഴിവ് വന്ന US സെനറ്റ് സീറ്റ് കൈക്കൂലി വാങ്ങി മറിച്ചു വിൽക്കാൻ ശ്രമിച്ചു എന്നതാണ് ഇവയിൽ പ്രധാനം. കഴിഞ്ഞ 2 ദിവസങ്ങളായി ഇയാൾക്കെതിരെയുള്ള കേസിൽ കോടതി വാദം കേട്ടുവരികയായിരുന്നു. കുറ്റങ്ങൾ തെളിയിച്ചതോടെ ഇയാൾക്ക് 15 മുതൽ 20 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ് മുൻ മേയർ ചെയ്തിരിക്കുന്നതെന്ന് ഫെഡറൽ പ്രോസിക്യൂട്ടർ കോടതിയിൽ വാദിച്ചു. ഇന്ന് രാവിലെ 10 മണിയോടെയാണ് ഇദ്ദേഹത്തിനെതിരെയുള്ള കോടതി നടപടികൾ ആരംഭിച്ചത്. 1 മാസം മുമ്പാണ് ഷിക്കാഗോ അറ്റോർണി ബ്ലാങ്കോ ജേവിച്ചിനെ അഴിമതി കേസിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യുന്നത്. എന്നാൽ ആരോപണങ്ങൾ ബ്ലാങ്കോ ജേവിച്ച് നിഷേധിച്ചു. താൻ ആരിൽ നിന്നും പണം കൈക്കൂലിയായി വാങ്ങിയിട്ടില്ലെന്നും പാർട്ടിക്ക് കിട്ടിയ സംഭാവനകൾ മാത്രമേ സ്വീകരിച്ചിട്ടുള്ളൂ, ഇതിനെ വാദികൾ തെറ്റിദ്ധരിച്ചതാണെന്നും അദ്ദേഹം കോടതിയിൽ വാദിച്ചു. നിരപരാധിയായ തന്നെ കോടതി വെറുതെ വിടണമെന്നും മുൻ മേയർ കോടതിയോട് അപേക്ഷിച്ചു. ന്യൂയോർക്കിലെ സ്കൂളുകളിൽ തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ ആരംഭിക്കും. ന്യൂയോർക്കിലെ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പറായ ഡൊണാൾഡ് ട്രംപിന്റെ സഹകരണത്തോടെ റിപ്പബ്ലിക്കൻ പാർട്ടിയാണ് പദ്ധതി നടപ്പിലാക്കുക. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുട്ടികളെ സഹായിക്കുകയാണ് ലക്ഷ്യമെന്ന് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഗ്രിൻവിച്ച് ന്യൂയോർക്കിൽ പറഞ്ഞു. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് തൊഴിൽ പരിശീലനം നൽകാൻ പ്രമുഖ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനായ ഡൊണാൾഡ് ട്രംപ് തയ്യാറാവുന്നു. ന്യൂയോർക്കിലെ ദരിദ്ര പശ്ചാത്തലത്തിൽ നിലനിൽക്കുന്ന സ്കൂളിലെ 10 കുട്ടികളെയാണ് ഇതിനായി തിരഞ്ഞെടുക്കുന്നത്. റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായ ന്യൂവിറ്റ് ഗിംഗ്റിച്ചാണ് ഡൊണാൾഡ് ട്രംപിനെ ഇത്തരമൊരു ആശയത്തിലെത്തിച്ചത്. രക്ഷിതാക്കൾ തൊഴിൽ പരിശീലനം നൽകാത്ത നിരവധി കുട്ടികൾ അമേരിക്കയിലുണ്ട്. സാധാരണക്കാരായ ഇത്തരം കുട്ടികളെ സഹായിക്കുകയാണ് ഡൊണാൾഡ് ട്രംപിന്റെ ലക്ഷ്യം. സ്കൂളുകളിൽ തൊഴിൽ പരിശീലനം ആരംഭിക്കുന്നതോടെ കുട്ടികളിൽ സ്വയം അധ്വാനിച്ചു വളരാനുള്ള പ്രേരണയുണ്ടാവും. ജോലി ചെയ്ത് പണം സമ്പാദിക്കാനുള്ള ശീലം വളർത്തിയെടുക്കാനാവും. പുതിയ ലക്ഷ്യത്തിന്റെ ഗുണങ്ങളാണ് ഇതൊക്കെയെന്ന് ഡൊണാൾഡ് ട്രംപും ന്യൂവിറ്റ് ഗിംഗ്റിച്ചും പറഞ്ഞു. സാമ്പത്തിക മാന്ദ്യം താറുമാറാക്കിയ US പോസ്റ്റൽ സർവീസ് അടച്ചുപൂട്ടലിലേക്ക്. 252 പോസ്റ്റ് ഓഫീസുകൾ പൂട്ടുന്നതോടെ 28,000 പേരുടെ ജോലിയെങ്കിലും നഷ്ടമാകുമെന്നാണ് കണക്ക്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അമേരിക്കൻ പോസ്റ്റൽ സർവീസ് നിർത്തുന്നു. അമേരിക്കയിൽ പോസ്റ്റൽ സർവീസ് നിർത്തലാക്കുന്നതോടെ ഏകദേശം 28,000 പേരുടെ ജോലി നഷ്ടപ്പെടുമെന്ന് US പോസ്റ്റൽ സർവീസ് വൈസ് പ്രസിഡന്റ് ഡേവിഡ് വില്യംസ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. The postal service, if it continues to lose 8.5-10 billion, this year we're projecting a $14 billion loss if we don't get legislative relief. So we have to do what's within our control to put the postal service on sound financial ground. Hey, American public pays bills online. More than 50% do today. We can't sit back and wait for another 5 or 6 or 10 years before we make these changes. David Williams is vice president of Network. ഏകദേശം 461 മെയിൽ പ്രോസസിംഗ് സെന്ററുകളാണ് അമേരിക്കയിൽ ഇപ്പോഴുള്ളത്. ഇതിൽ 252 എണ്ണം 2012 ഏപ്രിൽ മാസത്തോടെ അടച്ചുപൂട്ടാനാണ് ഇപ്പോഴുള്ള നീക്കം. 1775 ആദ്യമായി അമേരിക്കയിൽ പോസ്റ്റൽ സർവീസ് ആരംഭിക്കുന്നത്. ലോകത്തെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന പോസ്റ്റൽ സർവീസുകളിൽ ഒന്നായിരുന്നു അമേരിക്കയിലേത്. സ്റ്റാമ്പ് ചെയ്ത കത്തുകളുടെ എണ്ണം കുറഞ്ഞതും അമേരിക്കയെ പോസ്റ്റൽ സർവീസ് മേഖലയിൽ നിന്ന് പിന്മാറാൻ പ്രേരിപ്പിച്ചു. ബിൽ പേയ്മെന്റ്, ഇന്റർനെറ്റോ അതുപോലുള്ള പുത്തൻ തലമുറ സങ്കേതങ്ങളോ പോസ്റ്റൽ സർവീസിന് പകരം ഉപയോഗപ്പെടുത്തണമെന്ന് അധികൃതർ അറിയിച്ചു. 2006 100 മില്യൺ ഉണ്ടായിരുന്ന ഫസ്റ്റ് ക്ലാസ് മെയിലുകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞതും പോസ്റ്റൽ സർവീസ് നിർത്തലാക്കാൻ കാരണമാക്കുന്നു. 2020 പോസ്റ്റൽ സർവീസ് ഉപയോഗിക്കുന്നവരുടെ എണ്ണം 30% താഴെ എത്താനാണ് സാധ്യത. രാജ്യത്ത് നിലനിൽക്കുന്ന പൊതു സർവീസുകളെ നിർത്തലാക്കി സാമ്പത്തിക മാന്ദ്യത്തിൽ നിന്ന് കരകയറാനുള്ള ശ്രമം വഴിയാധാരമാക്കുന്നത് 28,000 കുടുംബങ്ങളെയാണ്. വരും കാലങ്ങളിൽ ഇത് വലിയ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് വഴിവെക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അഫ്ഗാനിസ്ഥാനിലെ കാബൂളിലും മസാര ഷെരീഫിലും ആരാധനാലയങ്ങളിലുണ്ടായ വ്യത്യസ്ത ബോംബ് സ്ഫോടനങ്ങളിൽ 55 പേർ മരിച്ചു. 150 പേർക്ക് പരിക്കേറ്റു. മരണസംഖ്യ ഉയരാൻ ഇനിയും സാധ്യത. ചൊവ്വാഴ്ച അഫ്ഗാനിസ്ഥാനിലെ കാബൂളിലും മസാരെ ഷെരീഫിലും ആരാധനാലയങ്ങളിലുണ്ടായ വ്യത്യസ്ത ബോംബ് സ്ഫോടനങ്ങളിൽ ഏകദേശം 55ഓളം പേർ മരിച്ചതായി റിപ്പോർട്ടുകൾ. We were praying and suddenly we heard a very big explosion. Bodies were piled up. The building is damaged. It's a huge tragedy. You can't imagine. There were so many killed. There were so many injured. You can't count them. സ്ഫോടനത്തിൽ 150ഓളം പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. മധ്യ കാബൂളിൽ ഷിയ സമുദായക്കാരുടെ ആരാധനാലയത്തിലുണ്ടായ ചാവേർ ആക്രമണത്തിലാണ് ഇതിൽ ഭൂരിപക്ഷവും മരിച്ചത്. പരിക്കേറ്റവരിൽ പലരുടെയും നില ഗുരുതരമായതിനാൽ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാം. സംഭവ സമയത്ത് അശൂറ ആചരണത്തോടനുബന്ധിച്ച് പ്രാർത്ഥനയ്ക്കായി 100 കണക്കിന് പേർ സംഭവ സ്ഥലത്തുണ്ടായിരുന്നു.
സംഭവത്തിന് ഉത്തരവാദിയായ ചാവേറിനെ ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ല. പ്രാർത്ഥനയ്ക്കായി എത്തിയ കുട്ടികൾ ഉൾപ്പെടെയുള്ളവരാണ് മരണമടഞ്ഞത്. സ്ഫോടനത്തെ തുടർന്ന് മരണമടഞ്ഞവരുടെ മൃതദേഹങ്ങൾ ചിതറിക്കിടക്കുകയാണ്. ഇവരുടെ ബന്ധുക്കളടക്കമുള്ളവർ ഉറ്റവരെ തേടി നടക്കുന്ന കാഴ്ച ഹൃദയഭേദകമാണ്. മസരി ഷെരീഫിലെ ആരാധനാലയത്തിൽ സ്ഫോടനത്തിന് കാരണമായത് സൈക്കിളിൽ ഘടിപ്പിച്ച ബോംബായിരുന്നു. ഇവിടെയും മരണസംഖ്യ ഉയരുകയാണ്. ഇവിടെ ഏകദേശം 20ഓളം പേർക്ക് പരിക്കേറ്റു. ഷിയ തീർത്ഥാടകരെ ലക്ഷ്യം വച്ചാണോ സ്ഫോടനം നടത്തിയതെന്ന് വ്യക്തമല്ല. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇതുവരെയും ആരും ഏറ്റെടുത്തിട്ടില്ല. സൗരയൂഥത്തിന് പുറത്ത് ജീവന്റെ തുടിപ്പ്. ഭൂമിയെപ്പോലെ ജീവനുണ്ടാകാനിടയുള്ള ഗ്രഹം സൗരയൂഥത്തിന് പുറത്ത് കണ്ടെത്തിയതായി നാസ സ്ഥിരീകരിച്ചു. കെപ്ലർ സ്പേസ് ടെലസ്കോപ്പ് വഴിയാണ് ഈ ഗ്രഹം നാസ കണ്ടെത്തിയത്. ഭൂമിയെപ്പോലെ ജീവനുണ്ടാകാൻ സാധ്യതയുള്ള ഒരു ഗ്രഹം സൗരയൂഥത്തിന് പുറത്ത് കണ്ടെത്തിയതായി നാസ സ്ഥിരീകരിച്ചു. കെപ്ലർ 22b എന്നാണ് പുതിയതായി കണ്ടുപിടിച്ച ഗ്രഹത്തിന് ശാസ്ത്രലോകം നൽകിയിരിക്കുന്ന പേര്. കെപ്ലർ സ്പേസ് ടെലസ്കോപ്പ് വഴിയാണ് ഈ ഗ്രഹത്തിനെ കണ്ടുപിടിച്ചത്. അതിനാലാണ് ഗ്രഹത്തിന് കെപ്ലർ എന്ന പേര് തന്നെ നൽകിയത്. Today I have the privilege of announcing the discovery of Kepler's first planet in the habitable zone of a sun-like star, Kepler 22b. 2009 മുതലാണ് കെപ്ലർ ടെലസ്കോപ്പ് വഴി ഈ ഗ്രഹത്തെ ആദ്യമായി ശാസ്ത്രജ്ഞർ കണ്ടു തുടങ്ങിയത്. അതിനുശേഷം 3 തവണ കൂടി കെപ്ലർ 22b നക്ഷത്രങ്ങളെ ചുറ്റുന്നത് നാസയിലെ ശാസ്ത്രജ്ഞർ കാണുകയുണ്ടായി. Now these are candidates, but most of them I'm convinced will be confirmed in the coming months and years. That's more than all the people have found so far in history. മനുഷ്യ ചരിത്രത്തിലെ തന്നെ സുപ്രധാന കണ്ടെത്തലുകളിൽ ഒന്നായാണ് കാലിഫോർണിയ സർവകലാശാലയിലെ പ്രൊഫസർ ജെഫ് മാർക്കി ഇതിനെ വിശേഷിപ്പിച്ചത്. ഭൂമിക്ക് പുറത്ത് ജീവനും ജലവുമുള്ള ഒരു ഗ്രഹത്തിനായുള്ള അന്വേഷണം ശാസ്ത്രലോകം തുടങ്ങിയിട്ട് കാലമേറെയായി. പുതിയ ഗ്രഹത്തിൽ ജലവും പാറക്കെട്ടും ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണെന്നും ഇതിന് ഭൂമിയുടെ 2.4 ഇരട്ടി വലിപ്പമുണ്ടെന്നും നാസ സ്ഥിരീകരിച്ചു. It's 2.4 times the size of the Earth. It's in an orbital period of 290 days, a little bit shorter than that of the Earth. It's a little bit closer to its star than Earth is to the Sun, about 15% closer. But the star. ഇതാണ് ശാസ്ത്രജ്ഞരെ കുഴക്കുന്ന ഒരു കാരണം. കെപ്ലർ 22bക്ക് ഭൂമിയുമായി സാദൃശ്യങ്ങൾ ഏറെയാണ്. പുതിയ ഗ്രഹത്തിൽ ജലമുണ്ടാകാം എന്ന നിഗമനത്തിന് പിന്നിലുള്ള കാരണവും ഇത് തന്നെ. കെപ്ലർ അതിന്റെ നക്ഷത്രത്തിനെ ഏകദേശം 290 ദിവസങ്ങൾ കൊണ്ടാണ് വലം വയ്ക്കുന്നത്. ഈ ഗ്രഹത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും അതിലെ ജലത്തിന്റെ സാന്നിധ്യം തെളിയിക്കുക കൂടി ചെയ്താൽ ശാസ്ത്രലോകത്തിന്റെ നാഴികക്കല്ലുകളിൽ ഒന്നാകും കെപ്ലർ 22bയുടെ ഈ കണ്ടുപിടുത്തം. അമേരിക്കൻ സ്റ്റേറ്റ് ഡെപ്യൂട്ടി സെക്രട്ടറി വില്യം ബോൺസിന്റെ ഇന്ത്യ സന്ദർശനം തിങ്കളാഴ്ച ആരംഭിക്കും. അഫ്ഗാനിലെയും പാകിസ്ഥാനിലെയും ഇപ്പോഴത്തെ സ്ഥിതിഗതികളും ഉഭയകക്ഷി ബന്ധവും സന്ദർശനത്തിനോടനുബന്ധിച്ച് നേതാക്കളുമായി ചർച്ച ചെയ്യും. അമേരിക്കൻ സ്റ്റേറ്റ് ഡെപ്യൂട്ടി സെക്രട്ടറി വില്യം ബേൺസ് അടുത്തയാഴ്ചയിൽ ഇന്ത്യ സന്ദർശിക്കും. ഇന്ത്യയിലേക്കുള്ള കന്നി സന്ദർശനമായിരിക്കും വില്യം ബേൺസിന്റേത്. ഹില്ലരി ക്ലിന്റൺ കഴിഞ്ഞാൽ അമേരിക്കയിലെ ഏറ്റവും വലിയ ഉത്തരവാദിത്വമുള്ള പദവി വഹിക്കുന്ന വില്യം ബേൺസ് ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെയും മറ്റു പ്രമുഖ ഉദ്യോഗസ്ഥരെയും ചർച്ചയ്ക്കായി കാണുന്നുണ്ട്. ഇന്തോനേഷ്യയിലെ ബാലിയിൽ വച്ച് മൻമോഹൻ സിംഗും US പ്രസിഡന്റ് ബറാക് ഒബാമയും കൂടിക്കാഴ്ച നടത്തിയ ശേഷം വരുന്ന ആദ്യത്തെ ചർച്ച എന്ന നിലയിൽ ഈ കൂടിക്കാഴ്ചയ്ക്കും വളരെയധികം പ്രാധാന്യമുണ്ടെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു. ശനിയാഴ്ച അമേരിക്കയിൽ നിന്നും യാത്ര തിരിക്കുന്ന ബേൺസ് തിങ്കളാഴ്ചയോടെ ന്യൂഡൽഹിയിലെത്തി പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെയും വിദേശകാര്യമന്ത്രി SM കൃഷ്ണയെയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ശങ്കർ മേനോനെയും വിദേശകാര്യ സെക്രട്ടറി രഞ്ജൻ മത്തായിയെയും കാണും. അഫ്ഗാനിലെയും പാകിസ്ഥാനിലെയും ഇപ്പോഴത്തെ സ്ഥിതിഗതികളെയും ഇന്ത്യയുമായുള്ള ബന്ധത്തെക്കുറിച്ചും ഗൗരവമേറിയ ചർച്ചയ്ക്ക് വിഷയമാക്കുമെന്നും നിരീക്ഷകർ പറഞ്ഞു. അതിനുശേഷം വിയറ്റ്നാം ഉൾപ്പെടെയുള്ള തെക്കുകിഴക്കേഷ്യൻ രാജ്യങ്ങളിൽ പെട്ടെന്നൊരു സന്ദർശനം നടത്തി ഇന്ത്യയിലേക്കുള്ള 2ാം വട്ട സന്ദർശനത്തിനായി ബേൺസ് മടങ്ങിവരും. ഇന്ത്യയിൽ മുംബൈയിലും പൂനെയിലും വച്ച് വീണ്ടും ചർച്ചകൾ നടത്തും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക കാര്യങ്ങളിൽ അധിഷ്ഠിതമായ ചർച്ചയായിരിക്കും അത്. നഴ്സുമാരുടെ കുറവുണ്ടാകുമെന്ന ആശങ്ക അസ്ഥാനത്തെന്ന് വിദഗ്ധർ. ചെറുപ്പക്കാരായ നഴ്സുമാർ ആരോഗ്യരംഗത്തേക്ക് കൂടുതൽ കടന്നുവരുന്നതായും റിപ്പോർട്ട്.
ആരോഗ്യരംഗത്തേക്ക് ധാരാളം ചെറുപ്പക്കാർ നഴ്സുമാരായി കടന്നുവരുന്നതിനാൽ ആശങ്കകൾക്ക് അടിസ്ഥാനമില്ല. 9 ലക്ഷം മുതിർന്ന നഴ്സുമാർ സമീപകാലത്ത് തന്നെ വിരമിക്കുമെന്ന വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ് ആശങ്ക പരന്നത്. അതായത് അമേരിക്കയിൽ ആകെ 30 ലക്ഷം നഴ്സുമാരിൽ 9 ലക്ഷം പേരും 50 വയസ്സ് കടക്കുകയാണ്. ഇവരുടെ കൂട്ടവിരമിക്കൽ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നായിരുന്നു ആദ്യ വിലയിരുത്തലുകൾ. എന്നാൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ ചെറുപ്പക്കാരായ രജിസ്ട്രേഡ് നഴ്സുമാരുടെ എണ്ണത്തിൽ 63% വർധനവുണ്ടായി എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഇന്ത്യയിൽ നിന്നും മറ്റുമുള്ള നഴ്സുമാരുടെ അമേരിക്കയിലേക്കുള്ള വരവിലും ഉണർവുണ്ടാകുന്നു എന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ആരോഗ്യരംഗത്തുണ്ടായ വിപ്ലവം സൃഷ്ടിച്ച ദീർഘായുസ് നഴ്സുമാരുടെ ആവശ്യകതയിൽ വൻ വർധനവുണ്ടാക്കി. നഴ്സിംഗ് കെയർ ആവശ്യമുള്ളവർ കൂടി വരുന്നു. ആശുപത്രികൾക്ക് പുറത്ത് നഴ്സുമാരുടെ ആവശ്യമുണ്ടെന്ന് വാദിക്കുന്നവർക്ക് ഇത് പിൻബലമാകുന്നു. അതുൾപ്പെടെയുള്ള ഒഴിവുകൾ നികത്തപ്പെടില്ല എന്നാണ് ശക്തമായ ആശങ്ക. എന്നാൽ ഈ രംഗത്ത് ചെറുപ്പക്കാരുടെ ക്ഷാമം രൂക്ഷമായത് 1980കളിലും 90കളിലുമായിരുന്നുവെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. 2009 ആയപ്പോഴേക്കും 23നും 26നും ഇടയിൽ പ്രായമുള്ള നഴ്സുമാരുടെ എണ്ണം 1,65,000 എന്ന നിലയിലേക്ക് ഉയർന്നുവെന്ന വസ്തുതയാണ് മറുവാദമാകുന്നത്. എന്തായാലും മലയാളികൾ ഉൾപ്പെടെയുള്ളവർ വളരെ ഗൗരവത്തോടെ വീക്ഷിക്കുന്ന വിഷയത്തിന്റെ അടുത്ത വിവരമെന്തെന്ന് കാത്തിരിക്കാം. 7 വയസ്സുകാരിയുടെ ദാരുണാന്ത്യം. 2 ദിവസം മുമ്പ് കാണാതായ ജോർജിയൻ പെൺകുട്ടിയുടെ മൃതദേഹം ട്രാഷ് ബിന്നിൽ നിന്നും കണ്ടെത്തി. ജോറലിസ് റിവേരയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയതാണ് എന്നാണ് പ്രാഥമിക നിഗമനം. 2 ദിവസം മുമ്പ് കാണാതായ 7 വയസ്സുള്ള ജോർജിയൻ പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയതായി ലോ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. നോർത്ത് അറ്റ്ലാന്റയിൽ നിന്ന് 40 മൈൽ അകലെയുള്ള കാൻഡണിലെ അപ്പാർട്ട്മെന്റിൽ നിന്ന് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡനത്തിനിരയാക്കിയതായും ജോർജിയ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഡയറക്ടർ വ്യക്തമാക്കി. ഇത് ഭീകരമായ കുറ്റകൃത്യമാണെന്ന് GBI ഡയറക്ടർ വെർണോൺ കീനൻ പറഞ്ഞു. മരണത്തിന്റെ വിശദ വിവരങ്ങൾ അറിയാനായി മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. ട്രാഷ് ബന്നിൽ നിന്നാണ് പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയതെന്ന് പോലീസ് അറിയിച്ചു. വെള്ളിയാഴ്ച വീടിനടുത്തുള്ള ഗ്രൗണ്ടിലാണ് ജൊറാലിസ് റിവേരയെ അവസാനമായി കണ്ടത്. 48 മണിക്കൂറോളം നടത്തിയ തിരച്ചിലിനൊടുവിലാണ് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയതിന്റെ വിവരങ്ങൾ അധികൃതർക്ക് ലഭിച്ചത്. We've pretty much exhausted all of the searching, so at this point we're kind of leaning more in the direction of it being a child abduction. FBIയും ലോക്കൽ പോലീസും സംയുക്തമായാണ് പെൺകുട്ടിക്കായി തിരച്ചിൽ നടത്തിയത്. കാണാതായ പെൺകുട്ടിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം അറിയിക്കുന്നവർക്ക് അധികൃതർ $5,000 പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു. കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാണ് പോലീസ് ഇപ്പോഴും കരുതുന്നത്. അതിനാൽ തന്നെ പ്രദേശത്തുള്ള ലൈംഗിക കുറ്റവാളികളെ അന്വേഷിച്ചു വരികയാണെന്നും GBI വക്താവ് ജോങ് ബാങ്ക്ഹെഡ് അറിയിച്ചു. ബ്ലൂസ് ഗിത്താർ മാന്ത്രികൻ ഹാബേർട്ട് സാംലിൻ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. ബ്ലൂസ് ഗിത്താർ മാന്ത്രികൻ ഹാബേർട്ട് സാംലിൻ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. ഹാബേർട്ട് സാംലിനും ഹൗലിൻ വൂൾഫും ഒരുമിച്ചുള്ള ഗിത്താർ വായന മാസ്മരികമായ ആസ്വാദ്യതയായിരുന്നുവെന്ന് ഹാബേർട്ടിന്റെ ആരാധകർ പറയുന്നു. ഇരുപത് വർഷം ഹാബേർട്ട് സാംലിനും ഹൗലിൻ വൂൾഫും ഒരുമിച്ച് ഗിത്താർ വായിച്ചിരുന്നു. കൗമാരപ്രായത്തിലായിരുന്നു ഹാബേർട്ട് ഹൗലിനെ പരിചയപ്പെടുന്നത്. 1956 ഹിറ്റായ സ്മോക്ക് സ്റ്റാക്ക് ലൈറ്റിൻ ഇവരൊരുമിച്ച് അവതരിപ്പിച്ച ആൽബമായിരുന്നു. 1931 മിസിസിപ്പിയിലാണ് ഹാബേർട്ട് ജനിച്ചതെങ്കിലും വളർന്നത് അർക്കൻസാസയിലാണ്. പ്രശസ്തരായ ക്ലാപ്ടണും കെയ് റിച്ചാർഡനും ഹാബേർട്ടിന്റെ സോളോ ആൽബമായ എബൌട്ട് ദം ഷൂസിൽ 2004 പ്രത്യക്ഷപ്പെട്ടിരുന്നു. 6 വയസ്സായപ്പോഴാണ് ഒരു ഗിറ്റാർ ആദ്യമായി ഹാബേർട്ടിന് കിട്ടുന്നത്. അവിടുന്നങ്ങോട്ട് വാത്സല്യവും പ്രണയവും ഒരുപോലെ ഗിറ്റാറിനോടായി. മഹാനായ ഒരു കലാകാരനായിരുന്നു ഹാബേർട്ട് സാംലിൻ എന്ന് അദ്ദേഹത്തിന്റെ ആൽബത്തിൽ പാടിയിരുന്ന റിച്ചാർഡ്സ് പറയുന്നു. വളരെ മാന്യനായ മനുഷ്യൻ, ഫലിതപ്രിയനും മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നവനുമായ മാന്യനായ മനുഷ്യൻ. അമേരിക്കയിലെ പുതുതലമുറയ്ക്ക് ഹാബേർട്ട് പ്രിയപ്പെട്ട ഗുരുവും അടുത്ത ബന്ധുവുമാണ്.
ഹാബേട്ടും ഹൗലിനുമായുള്ള ബന്ധത്തെക്കുറിച്ച് 1989 ഒരു പ്രസിദ്ധീകരണത്തിന് നൽകിയ അഭിമുഖത്തിൽ ഹാബേട്ട് തന്നെ ഇങ്ങനെ പറയുന്നു: ഹാബേട്ട് ഹൗലിനാണ്, അല്ലെങ്കിൽ ഹൗലിൻ ഹാബേട്ടാണ്. രണ്ടുപേരും ഒരാത്മാവും ഇരുശരീരവും. ഇനിയൊരു ഇടവേള. दिल क्या करे जब किसी से किसी को प्यार हो जाए, जाने कहाँ कब किसी को किसी से प्यार हो जाए. ऊंची ऊंची दीवारों सी इस दुनिया की रस्में हो, ना कुछ तेरे बस में झूली, ना कुछ मेरे बस में. दिल क्या करे जब किसी से किसी को प्यार हो जाए, जाने कहाँ कब किसी को किसी से प्यार हो जाए. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരുന്നു. ഇനി മലയാളി കമ്മ്യൂണിറ്റി വാർത്തകൾ. ഷിക്കാഗോ സീറോ മലബാർ കത്തീഡ്രലിൽ ഗ്രാൻഡ് പേരൻസ് ഡേ ഡിസംബർ 11 ആചരിക്കും. കത്തീഡ്രലിലെ വിമൻസ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിനോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും അരങ്ങേറും. സീറോ മലബാർ ഗീർഫീൽഡ് പള്ളിയിൽ ഗുഡ് സോൾസ് ടോസ്റ്റ് മാസ്റ്റേഴ്സിന്റെയും വിമൻസ് ഫോറത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ യുവജന നേതൃത്വ പരിശീലന ക്യാമ്പ് നടന്നു. ക്യാമ്പിൽ ഫാദർ പോൾ കോട്ടയ്ക്കൽ, ലിസ വിൻസെന്റ്, റിയ രാജു, ക്രിസ് മാത്യു തുടങ്ങിയവരും പങ്കെടുത്തു. മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ കേരളത്തിൽ മാറി മാറി ഭരിച്ചവരും രാഷ്ട്രീയ ഉദ്യോഗസ്ഥ കൂട്ടുകെട്ടുകളും ഒത്തുചേർന്ന് ജനങ്ങളെ വഞ്ചിക്കുകയാണെന്ന് സീറോ മലബാർ സഭ അൽമായ കമ്മീഷൻ. കേരളത്തിലെ മന്ത്രിമാരും MLA-മാരും മുതലക്കണ്ണീരൊഴുക്കുകയാണെന്നും ഇതിന്റെ പേരിൽ അവസരവാദ രാഷ്ട്രീയമാണ് നടത്തുന്നതെന്നും കമ്മീഷൻ ആരോപിച്ചു. ജനങ്ങളുടെ ജീവന് സംരക്ഷണം നൽകാനാകാത്തവർ ഭരണത്തിലിരുന്ന് സമരം നടത്താതെ രാജിവെച്ച് ജനങ്ങളോടൊപ്പം നിന്ന് പടപൊരുതുന്നതാണ് മാന്യതയെന്ന് അൽമായ കമ്മീഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് VC സെബാസ്റ്റ്യൻ സൂചിപ്പിച്ചു. ഇനി കേരള ഡെസ്ക്. മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ ഒരുമിച്ചു. തിരുവനന്തപുരത്ത് നടന്ന സർവകക്ഷി യോഗത്തിലാണ് വ്യത്യസ്ത ധ്രുവങ്ങളിൽ നിന്ന് ഇടതു വലതു മുന്നണികൾക്ക് അഭിപ്രായ ഐക്യമുണ്ടായത്. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കുന്നതിനായി കേരളത്തിന്റെ പ്രക്ഷോഭങ്ങൾ ഫലപ്രാപ്തിയിലേക്ക് എത്തുന്നതിന്റെ സൂചനകൾ കിട്ടിത്തുടങ്ങിയ ഒരു ദിനത്തിനാണ് കഴിഞ്ഞ ദിവസം കേരളം സാക്ഷിയായത്. മലയാളി ഉള്ളിടത്തെല്ലാം ഒരേ സ്വരത്തിലാണ് പ്രക്ഷോഭം നടന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം നടന്ന പ്രക്ഷോഭങ്ങൾ പലയിടത്തും അതിരുകടന്നു. കേരളത്തിൽ വച്ച് തമിഴ്നാട് രജിസ്ട്രേഷൻ വാഹനങ്ങൾ വ്യാപകമായി ആക്രമിക്കപ്പെട്ടു. ഇതേ നാണയത്തിൽ തന്നെ തമിഴ്നാടും തിരിച്ചടിച്ചു. ജനങ്ങൾ ഇപ്പോൾ നടത്തുന്ന ഇത്തരം അക്രമ പ്രവർത്തനങ്ങളിൽ നിന്ന് ഒഴിയണമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അറിയിച്ചു. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷയെപ്പറ്റി നിലനിൽക്കുന്ന വർദ്ധിച്ച ആശങ്കകൾ അകറ്റുന്നതിനും ജനങ്ങളുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനും
ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കണമെന്ന് ഈ യോഗം ശുപാർശ ചെയ്യുന്നു. ഈ പ്രശ്നത്തിൻ്റെ ഗൗരവ സ്വഭാവം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുക വഴി സെക്രട്ടറിമാരുടെ തലത്തിൽ ഒരു ചർച്ച നടത്തുന്നതിനുള്ള സാധ്യത തെളിഞ്ഞിരിക്കുകയാണ്. ഈ മാസം 15-16 തീയതികളിൽ ചർച്ച നടക്കാനിരിക്കെ പ്രശ്നപരിഹാരത്തിന് സഹായകരമായ അന്തരീക്ഷം ഒരുക്കണമെന്നും പ്രകോപനപരമായ നടപടികളിൽ നിന്ന് എല്ലാവരും പിന്തിരിയണമെന്നും ആത്മസംയമനം പാലിക്കണമെന്നും ഈ യോഗം ആവശ്യപ്പെടുന്നു. അതിർത്തിയിലും മറ്റും അക്രമ പ്രവർത്തനങ്ങൾ നടത്തുന്നവരെയും ക്രമസമാധാനം തകർക്കുന്നവരെയും കർശനമായി നേരിടണമെന്നും ഈ യോഗം ആവശ്യപ്പെടുന്നു. പ്രശ്നത്തിൽ വ്യാഴാഴ്ച പ്രത്യേക നിയമസഭ കൂടുന്നതിന് മുന്നോടിയായി നടത്തിയ സർവകക്ഷി യോഗത്തിലാണ് മുഖ്യമന്ത്രി ഇങ്ങനെ പ്രതികരിച്ചത്. കേരളവും തമിഴ്നാടും തമ്മിലുള്ള ഒരു പ്രശ്നത്തിനും ഇപ്പോൾ സംസ്ഥാനമില്ലെന്നും ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാനുള്ള പ്രവർത്തനം മാത്രമാണ് ഇപ്പോൾ സർക്കാർ തലത്തിൽ നടത്തുന്നതെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഒരു വാട്ടർ ഡിസ്പ്യൂട്ട് ഇന്ത്യയിൽ പല സ്ഥലത്തുണ്ടായിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് വെള്ളം കൊടുക്കുന്നത് സംബന്ധിച്ച് ഒരു തർക്കവുമില്ലാത്ത ഒരു ഡിസ്പ്യൂട്ട് വന്നിട്ടുള്ളത്. തമിഴ്നാടുമായിട്ടുള്ള നല്ല ബന്ധം നിലനിർത്തിക്കൊണ്ട് തന്നെ തമിഴ്നാടിന് നമ്മൾ കൊടുക്കും എന്ന് പറഞ്ഞിട്ടുള്ള അല്ലെ കൊടുത്തുകൊണ്ടിരിക്കുന്ന വെള്ളം അത്രയും കൊടുത്തുകൊണ്ട് കേരളത്തിൻ്റെ സുരക്ഷ ഉറപ്പുവരുത്തുക എന്നുള്ള സംസ്ഥാനത്തിൻ്റെ ആ നിലപാടിന് ഇന്ന് പരക്കെ അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. ചർച്ച തുടങ്ങാൻ തമിഴ്നാട് സമ്മതിച്ചതിനെ സ്വാഗതം ചെയ്യുന്നു. കേരളത്തിനെതിരായി കോടതിയിൽ മൊഴി നൽകിയ അഡ്വക്കേറ്റ് ജനറൽ ദണ്ഡപാണിക്കെതിരെ നടപടിയെടുക്കണമെന്ന പ്രതിപക്ഷ ആവശ്യത്തെയും യോഗം പരിഗണിച്ചു. ഉചിതമായ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അഡ്വക്കേറ്റ് ജനറൽ ഹൈക്കോടതിയിൽ നടത്തിയ ചില പരാമർശങ്ങളെക്കുറിച്ചും ഫയൽ ചെയ്ത സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചും ഉളവായിട്ടുള്ള ആശയക്കുഴപ്പം ഇവിടെ ഉന്നയിച്ചു. അതിനെക്കുറിച്ച് അത് പരിഹരിക്കുന്നതിന് ആശയക്കുഴപ്പം പരിഹരിക്കുന്നതിനുള്ള നടപടികൾ ഗവൺമെന്റ് പരിശോധിച്ച് നടപടികൾ സ്വീകരിക്കും എന്ന് വ്യക്തമായ ഉറപ്പ് ഗവൺമെന്റിന് വേണ്ടി ഞാൻ ഈ സർവകക്ഷി യോഗത്തിൽ കൊടുത്തിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് നേരത്തെ യോഗം ബഹിഷ്കരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും അദ്ദേഹവും യോഗത്തിൽ പങ്കെടുത്തു. ഇതോടെ മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾക്കിടയിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ ഒരു പരിധിവരെ മാറി. എന്നാൽ നാളെ പ്രതിപക്ഷ നേതാവ് വണ്ടിപ്പെരിയാറിൽ ഉപവസിക്കും. പുതിയ ഡാം അനുവദിച്ച് കിട്ടുന്നതുവരെ ഇപ്പോഴുള്ള സമരത്തിന്റെ ആവേശം കെട്ടുപോകാതെ നോക്കേണ്ടത് ഓരോ മലയാളിയുടെയും ഉത്തരവാദിത്വമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. റഷ്യൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പ്. കൃത്രിമാരോപണം അന്വേഷണം വേണമെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി ഹില്ലരി ക്ലിന്റൺ. രാഷ്ട്രീയ അഴിമതി ആരോപണം. ഇല്ലിനോയിസ് മുൻ ഗവർണർക്കെതിരെ കോടതിയിൽ വാദം ആരംഭിച്ചു. റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പർ ഡൊണാൾഡ് ട്രംപിന്റെ സഹകരണത്തോടെ ന്യൂയോർക്കിലെ സ്കൂളുകളിൽ തൊഴിൽ പരിശീലന കേന്ദ്രം. അമേരിക്കയിൽ പോസ്റ്റൽ സർവീസ് നിർത്തലാക്കും. 28,000 തൊഴിലാളികളുടെ ജോലിക്ക് ഭീഷണി. സൗരയൂഥത്തിന് പുറത്ത് ജീവന്റെ തുടിപ്പ്. വസ്തുത സ്ഥിരീകരിച്ചതായി നാസ. നിങ്ങൾക്കും പ്രതികരിക്കാം MCN ന്യൂസിലൂടെ. നിങ്ങളുടെ പ്രതികരണങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. ഇനി നാളെ കാണാം. നന്ദി, നമസ്കാരം.